ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സജി മഞ്ഞക്കടമ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ പാലാ നഗരസഭയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പാല എന്ന് പറയുമ്പോൾ മാണി സാറിന്റെ രണ്ടാം ഭാര്യയാണ് പാല എന്നാണ് പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ പറയപ്പെടുന്നത്. ആ പാലയിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചരിത്ര തോൽവി കേരള കോൺഗ്രസിന് ഏറ്റെടുക്കേണ്ട വന്ന സ്ഥലം കൂടിയാണ് പാല. ഈ പാല നഗരസഭ ഭരണത്തിൽ ഈ വലിയ രീതിയിലുള്ള ഇടപെടൽ, ബാഹ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉയരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കുവാനുള്ളത്? അല്ല, പല എന്ന് പറഞ്ഞാൽ മണസാറ് രണ്ടാം ഭാര്യ, അത് മണസാറ് ഉണ്ടായിരുന്നപ്പോൾ പല എന്നും ജനാധിപത്യ ജയിക്കപ്പുമായിരുന്നു. മണസാറ് മരണശേഷം ജോസ് കെ മാണിയും കൂട്ടരും LDFിലേക്ക് പോയി. അതിനുശേഷം പല ചില ദുരന്തങ്ങൾ ജോസ് കെ മാണിക്ക് ഉണ്ടായി. അതിന്റെ മുഴുവൻ ഉത്തരവാദി ആരോ ഒക്കെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോ എല്ലാവരോടും പകയോടെ ഖുഷ്വന്ത് സിംഗ് എന്ന് പറയുന്ന പോലെ എല്ലാവരോടും പകയ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ പാലാ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ അല്പം ഏത് പാർട്ടിക്കാനായി ചെറുപ്പക്കാരൻ പാലാ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആകരുത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധിയും അദ്ദേഹത്തിന്റെ ഒരു താല്പര്യവുമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് സൂചിപ്പിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമേ, CPIM എന്ന പാർട്ടി അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത് അല്ലെങ്കിൽ ബിനു പുളിക്കണ്ടതിനെ ചെയർമാനാക്കാൻ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ജോസ് കെ മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ അവരുടെ പാർട്ടി ബിനു പുളിക്കണ്ടം ഒഴികെ മറ്റൊരാളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാകിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളെ കരിയാഹാരം കഴിക്കുന്നവരാണല്ലോ, മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഏതായാലും അതിനുശേഷം ജോസ് കെ മാണി എന്താ ഉദ്ദേശിച്ചത്? UDF ഇട്ടത് എങ്ങനെയാണ് നോക്കണം. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ എഗ്രിമെന്റ് ലംഘിച്ചു, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി എഗ്രിമെന്റ് ലംഘിച്ചു, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എഗ്രിമെന്റ് ലംഘിച്ചു. അങ്ങനെ എഗ്രിമെന്റ് ലംഘനത്തിലൂടെ എങ്ങനെയെങ്കിലും എന്നെ UDF നിന്ന് പുറത്താക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പുള്ളി പ്രവർത്തിച്ചു. അതിന്റെ പരമായിട്ട് UDF നിന്ന് പുറത്തുപോയി അന്ന് പുള്ളി നോക്കിയപ്പം എന്താ ഇപ്പറേ വന്ന് LDFാണെങ്കിൽ ധനകാര്യ വകുപ്പ് സംസ്ഥാന ധനമന്ത്രിയാകാം എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അനുവദിച്ചില്ല, ആകാൻ പറ്റിയില്ല. ഇപ്പോൾ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടിയിട്ടുണ്ട്, മനസ്സിലൊരു സ്വപ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഇപ്പൊ കിട്ടും. കാരണം BJPയിലേക്ക് ഒന്ന് പോയാൽ, BJPക്ക് പോകണമെങ്കിൽ എങ്ങനെയും CPM ഉടക്കണം. അതിനുള്ള ആദ്യത്തെ ഉടക്ക് അദ്ദേഹം ഒന്ന് പായൽ ഉടക്കിയത് മാത്രമേ ഉള്ളൂ. ഈ ഉടക്ക CPM-ആയിട്ട് LDF-ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അപ്പുറം പോയി അല്ലെങ്കിൽ BJP പോയി BJP ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇന്ന് പാലായിൽ നടന്നിരിക്കുന്നത്. ബിനു പുളിക്കണ്ടം ആകുമോ ആകാതിരിക്കുമോ എന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഒരു പാർട്ടി അവരുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി പാർട്ടിയിലെ ലീഡറെ തെരഞ്ഞെടുത്താൽ അതിനെയാണ് ഘടകകക്ഷികൾ സഹകരിക്കുക എന്നുള്ളതാണ് സാമാന്യ മാന്യതയും രാഷ്ട്രീയ മര്യാദയും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഒരു നിമിഷം അങ്ങ് തുടരണം. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ വർഗീസ് പേരേലും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വർഗീസ്